നമസ്കാരം. മുപ്പത്തറയിലുക്കര റോഡ് പ്രവൃത്തി ഇന്നു മുതൽ ആരംഭിച്ചു. GSP മെറ്റൽ താഴ്ന്നിടത്ത് വീണ്ടും മെറ്റലിട്ട് ഉറപ്പിക്കുകയും വാട്ടർ അതോറിറ്റിയിലേക്കുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർമ്മാണവും മറ്റിടങ്ങളിലെ മണ്ണ് നീക്കം ചെയ്ത് GSP ഇടുന്ന പ്രവൃത്തിയുമാണ് നടക്കുന്നത്. വിശദീകരണവുമായി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീ PK സലിം ചേരുന്നു. അതേസമയം പോലീസ് സ്റ്റേഷന് സമീപം GSP ഇടുന്നത് മഴ തോരാതെയാണെന്നും കോൺക്രീറ്റും ചെളിയും കൂടിക്കുഴയുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചതിനെ തുടർന്ന് നിർമ്മാണം തൽക്കാലം നിർത്തിവെപ്പിച്ചു. ഏലൂക്കര മുപ്പത്തെട്ട് റോഡിനോടനുബന്ധിച്ചുള്ള ഇതുവരെയുള്ള റോഡിൻ്റെ വർക്കിൻ്റെ പുരോഗതിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മുപ്പത്തറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏലൂക്കര എലിഞ്ഞിച്ചോട് വരെയാണ് നിലവിൽ റോഡിൻ്റെ പൈപ്പിട്ട ഭാഗം എക്സ്കവേറ്റ് ചെയ്തിട്ട് അതിൽ GSP 30 സെൻറ്റിമീറ്റർ കനത്തിൽ ഇട്ടിട്ട് റോളർ ചെയ്ത് ഏതാണ്ട് തീർന്ന സമയത്താണ് മഴ തുടങ്ങിയത്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടാർ ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്താൽ അധികം താമസിയാതെ തന്നെ റോഡിന് കംപ്ലൈൻ്റ് ആവും. അതിൻ്റെ പേരിൽ മഴ കാരണം വർക്ക് നിർത്തിവെച്ച് പിന്നെ മഴ പെയ്തപ്പോൾ നിലവിലുള്ള റോഡിൽ കൂടി വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട്. അതിൽ പുതിയ മെറ്റൽ ചെയ്ത സ്ഥലത്ത് താഴേക്ക് ഇരിക്കുന്ന ഭാഗങ്ങളിൽ രണ്ടാമത് അവർ മെറ്റൽ GSP ഇടുകയും റോളർ ചെയ്യുകയും ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലത്തെ നല്ല മഴയിൽ പല സ്ഥലങ്ങളിലും കുറച്ച് താഴേക്ക് ഇരുന്നതിൻ്റെ ഇന്ന് രാവിലെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നൗഷാദിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മാലിൽ ആ പരിസരത്താണ് ഇപ്പോൾ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. അത് ഈ എലിഞ്ചോട് ഭാഗം വരെ എവിടെയെല്ലാം താഴേക്ക് ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം GSP ഇട്ട് റോളർ ചെയ്ത് നിലവിലുള്ള റോഡിൻ്റെ സ്ഥിതി യാത്രാ സൗകര്യമാക്കി ഇടുകയാണ് കോൺട്രാക്ടറുടെ ഉദ്ദേശം. അത് കഴിഞ്ഞാൽ മഴയുടെ കാലാവസ്ഥ എങ്ങനെയാണോ കാലാവസ്ഥ ഒരു 10 ദിവസത്തേക്ക് നമുക്ക് മഴയില്ലാതെ കിട്ടുകയാണെങ്കിൽ റോഡിൻ്റെ വർക്ക് 100% പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് നമ്മളോട് വിളിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.